ഏതായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അത് ഇന്ത്യൻ ആയുധ വിപണിക്ക് ലോട്ടറിയായി മാറുന്നു. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ബ്രഹ്മോസിന്റെ ആവശ്യക്കാരായി രംഗത്തെത്തുന്നു. പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ, മിഡിൽ ഈസ്റ്റ്, GCC രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യക്കാരായി എത്തുന്നത്. ഏതാണ്ട് 500 കോടി രൂപയുടെ ബിസിനസ്സാണ് ബ്രഹ്മോസിൽ മാത്രം ഇതുവരെ കരാർ ആയിരിക്കുന്നത്. അതായത് പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ തകർത്ത മിസൈലാണ് ബ്രഹ്മോസ്. ഇതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കൃത്യതയും ഒപ്പം തന്നെ അതിന്റെ ഒരു പവറുമൊക്കെ ലോകം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രയോഗിച്ച് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഈ ആയുധത്തിനാണ് ഇപ്പോൾ ഡിമാൻഡ്. ചൈനയുടെ ആയുധങ്ങളൊക്കെ വാങ്ങിയ പാകിസ്ഥാനും ഒപ്പം തന്നെ ഈ പറയുന്ന അസർബൈജാനും ഇറാനും ഒക്കെ പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബ്രഹ്മോസ് മാത്രമല്ല മറ്റു ആയുധങ്ങൾക്കും വലിയ ഡിമാൻഡ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. ശബ്ദത്തെക്കാൾ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസിന് റഡാറുകളെ പോലും കണ്ണു വെട്ടിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുപോലെ തന്നെ അർമേനിയ ഇന്ത്യയിലെ മറ്റ് ആയുധങ്ങൾ, ഈ പിനാക പോലുള്ള ആയുധങ്ങൾ വാങ്ങി അസർബൈജാന് എതിരെ നടത്തുന്ന ശക്തമായ ആക്രമണം, ഇതെല്ലാം ഇന്ത്യൻ ആയുധങ്ങൾക്ക് വലിയ വിശ്വാസത നേടിക്കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ മലേഷ്യ, UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളാണ് ബ്രഹ്മോസ് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിരിക്കുന്നത്. ചിലി, ബ്രസീൽ, അർജന്റീന തുടങ്ങിയവരും ബ്രഹ്മോസിന്റെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. 2013-14 അതായത് പഴയ സർക്കാർ ഇരുന്ന കാലത്ത്, അതായത് UPA സർക്കാർ, അതായത് ഈ പറയുന്ന മൻമോഹൻ സിംഗിന്റെ സർക്കാർ ഇരുന്ന കാലത്ത് 686 കോടി രൂപയുടെ ആയുധങ്ങൾ മാത്രമാണ് ഇന്ത്യ കയറ്റി അയച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ കയറ്റി അയക്കുന്നത്, അതായത് 2024-25 കണക്ക് പ്രകാരം 23,622 കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യ കയറ്റി അയക്കുന്നുണ്ട്. അതിനകത്ത് ഡോണിയർ 228 എന്ന് പറയുന്ന വിമാനമുണ്ട്. ഒപ്പം തന്നെ റോക്കറ്റുകൾ, പിനാകെ അടക്കമുള്ള റോക്കറ്റുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, ഇസ്രയേലിലേക്ക് മറ്റുമൊക്കെ ഈ പഞ്ചാബിലടക്കം നിർമ്മിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വലിയ രീതിയിൽ കയറി പോകുന്നത് വാർത്തയായി മാറിയിരുന്നു. ഷൂസുകൾ നിർമ്മിക്കുന്നത്, ഒപ്പം തന്നെ റഡാറുകൾ, വെടിക്കോപ്പുകൾ തുടങ്ങി 100-ൽ പരം രാജ്യങ്ങളിലേക്കാണ് ഈ ആയുധങ്ങൾ പലതും കയറിപ്പോകുന്നത്. 2029 കൂടി 50,000 കോടിയുടെ ബിസിനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഏതായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം ഇതുവരെ ഉണർവ് നൽകാതിരുന്ന ഒരു വിപണിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ആയുധം. ഇപ്പോൾ അതിനും കച്ചവടം പൊടിപൊടിക്കുകയാണ്.